ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉദയകുമാറിനെ കൊണ്ടുവരുന്നു, ഉരുട്ടിക്കൊല്ലുന്നു. ഉരുട്ടിക്കൊന്നു കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്നു. ഡോക്ടർ മരിച്ചത് ഉദയകുമാർ ആണെന്ന് ഉറപ്പിച്ചു പറയുന്നു. അദ്ദേഹത്തിൻ്റെ സർജൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉണ്ട് അതിനകത്ത്. അവസാനം നമ്മൾ കണ്ടത് എന്താ? കോടതി വെറുതെ വിട്ടു. ആ അമ്മ, പ്രഭാവതി അമ്മ യാചിച്ചു എന്നെ കൂടെ അങ്ങ് കൊല്ലുന്ന കാര്യം. അവരുടെ മോനെ ജീവനോടുള്ളതിനെ കൊന്നതാണ്. സർക്കുലർ 12/1982 ഉണ്ട്. അതിനകത്ത് വ്യക്തമായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള ഡയറക്ഷനുണ്ട്. SP മാർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവരാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യേണ്ടത്. അവർക്ക് വൈക്കറിയസ് ലയബിലിറ്റി, മോറൽ റെസ്പോൺസിബിലിറ്റി എല്ലാം ഉണ്ട്. തൻ്റെ കീഴിൽ വരുന്ന ഒരു പൗരനെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ടു പ്രൊട്ടക്ട് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ സിറ്റിസൺ ആണ്. ആദ്യം ലൈഫാണ്. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഡെഡ് ബോഡി ആംബുലൻസെ കൊണ്ടുപോകുന്നത് ശരിയല്ല. ചിലപ്പോൾ ചില ഡോക്ടർമാരെ കളിയാക്കി പറയാറുണ്ട്, നടന്നു കയറി വരുന്ന ആള് ആംബുലൻസിൽ ചികിത്സ കഴിഞ്ഞ് പോകുന്ന പോലും എന്ന് പറഞ്ഞ് കളിയാക്കി പറയാറുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഇതുപോലൊരു അവസ്ഥയാണെങ്കിൽ ഇത് വളരെ പരിതാപകരമാണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഉദയകുമാറിൻ്റെ കേസിനകത്ത് CBI കുറ്റമുണ്ടെന്ന് പറയുന്നു. ആദ്യത്തെ പോലീസിനെ പറ്റി പരാമർശിക്കുന്നില്ല, അന്വേഷണത്തെക്കാരെ പറ്റിയിട്ട്. അതിൽ പോലീസ് അസോസിയേഷനൊക്കെ ഇടപെട്ടെന്ന് അന്ന് ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു, ഞാൻ കേട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തീർത്തും അനീതിയാണ് ഇവരോട് കാണിക്കുന്നത്.